നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാവക്കാട് നഗരമധ്യത്തിൽ ടിപ്പർ ലോറിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മണത്തല സ്വദേശി പോക്കാക്കില്ലത്ത് ഇല്യാസ് ആണ് മരിച്ചത്. ലോറിയുടെ പിൻചക്രം ശരീരത്തിലൂടെ കയറിയിറങ്ങുകയായിരുന്നു. ടാറിംഗ് മിക്സിന്റെ ലഭ്യത കുറവ്. 4ാം ദിനത്തിലും ചൂണ്ടൽ കേച്ചേരി മേഖലയിൽ റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനായില്ല. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കേച്ചേരി ചൂണ്ടൽ മേഖലയിൽ ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചെങ്കിലും ടാറിംഗ് മിക്സിന്റെ ലഭ്യത കുറവ് മൂലം പ്രവൃത്തി പാതി വഴിയിൽ നിർത്തി. വടക്കേക്കാട് കൗക്കാനപ്പെട്ടി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മോഷണം. പണം നഷ്ടപ്പെട്ടു. മേഖലകളിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം പതിവ്. പോലീസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ. ജില്ലയിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യമായി നിർമ്മിച്ച അക്കിക്കാവ് കടങ്ങോട് റോഡിൽ വിള്ളൽ. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വിജിലൻസ് പരിശോധന. BJPക്ക് ബാധ്യതയായി സുരേഷ് ഗോപി. രാഷ്ട്രീയ പക്വതയില്ലാത്ത പ്രസംഗങ്ങളും പരാമർശങ്ങളും സിനിമാ സ്റ്റൈൽ പെരുമാറ്റവുമാണ് BJPയെ വെട്ടിലാക്കുന്നത്. കേന്ദ്രമന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടേനെ എന്ന സുരേഷ് ഗോപിയുടെ പരാമർശമാണ് ഏറ്റവും ഒടുവിൽ BJP കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ടാക്കിയിരിക്കുന്നത്. കുന്നംകുളത്ത് വീണ്ടും കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത. ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന ശാരീരിക പരിമിതികൾ നേരിടുന്ന പ്രായമുള്ള സ്ത്രീയുടെ ലോട്ടറി ടിക്കറ്റുകൾ കവർന്നു. ബൈക്കിലെത്തിയ സംഘമാണ് കവർച്ച നടത്തിയത്. ശാന്തകുമാരിക്ക് ഉപജീവന മാർഗത്തിന് ടിക്കറ്റുകൾ സമ്മാനിച്ച് ഷെയർ ആൻഡ് കെയറിന്റെ മാതൃക. വാർത്തകൾ വിശദമായി. പുന്നൂർക്കുളം കണ്ണത്തുകുളത്തിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. വടക്കേക്കാട് സ്വദേശി എടക്കളത്തൂർ ബെന്നി മകൻ 15 വയസ്സുള്ള എമിൽ ബെന്നിയാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് കൂട്ടുകാർക്കൊപ്പം കുന്നത്തൂർ എല്ലൂരക്കായൽ റോഡിലുള്ള കണ്ണത്തുകുളത്തിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു. കൂട്ടുകാരുടെ നിലവിളിയെ തുടർന്ന് പ്രദേശവാസികളെത്തി എടുത്ത് പുന്നൂക്കാവ് ശാന്തി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസ് നടപടികൾക്ക് ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. ജെയിനാണ് മാതാവ്. എറിക് ബെന്നി, എറിൻ ബെന്നി എന്നിവർ സഹോദരങ്ങളാണ്. തിരുവാളിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. BJPക്ക് ബാധ്യതയായി സുരേഷ് ഗോപി. രാഷ്ട്രീയ പക്വതയില്ലാത്ത പ്രസംഗങ്ങളും പരാമർശങ്ങളും സിനിമാ സ്റ്റൈൽ പെരുമാറ്റവുമാണ് BJPയെ വെട്ടിലാക്കിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടേനെ എന്ന സുരേഷ് ഗോപിയുടെ പരാമർശമാണ് ഏറ്റവും ഒടുവിൽ BJP കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തിക്ക് ഇടയാക്കിയിരിക്കുന്നത്. പ്രസംഗത്തിലേക്ക് അമിത്ഷായെ വലിച്ചിഴച്ചതിലടക്കം കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തിയുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. മന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അവസരം നൽകിയേക്കില്ല. കടുത്ത നിലപാട് തുടർന്നാൽ മന്ത്രി പദവി ഒഴിവാക്കുന്നതിനും ആലോചിക്കും. സിനിമ ചെയ്യുന്നത് മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഭരണഘടനാ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. ഫിലിം ചേംബർ സ്വീകരണത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗമാണ് BJP കേന്ദ്ര നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അഭിനയിക്കുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ രക്ഷപ്പെട്ടുവെന്ന പരാമർശം സർക്കാരിനും ക്ഷീണമായി. അഭിനയിക്കണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യത്തിന്മേൽ പരിഗണിക്കാമെന്ന ഒഴുക്കൻ മറുപടി നൽകിയതല്ലാതെ ഇനിയും അനുമതി നൽകിയിട്ടില്ല. ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ആവശ്യമെന്നതിനാൽ സർക്കാരിന് ആലോചിച്ച ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകൂ. മന്ത്രി പദവിയിലിരുന്ന് പണസമ്പാദനത്തിനുള്ള മറ്റു വഴികൾ തേടരുത് എന്നാണ് നിലവിലെ ചട്ടമെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. പ്രസംഗത്തിലേക്ക് അമിത്ഷായെ വലിച്ചിഴച്ചതിലും കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. മന്ത്രി പദത്തിലിരുന്ന് തുടർച്ചയായി സുരേഷ് ഗോപി വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലെ അതൃപ്തി സംസ്ഥാന ഘടകവും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സിനിമ ചെയ്യാൻ അനുവാദം വാങ്ങിയിട്ടുണ്ടെന്നും സിനിമാ സെറ്റിൽ മന്ത്രി ഓഫീസ് പ്രവർത്തിപ്പിക്കുമെന്നും അതിന് ഉദ്യോഗസ്ഥരെ അനുവദിക്കണമെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം മാത്രമാണ് സുരേഷ് ഗോപി എത്തിയത്. എയിംസ് വിഷയവുമായി ബന്ധപ്പെട്ട് അനവസര ചർച്ചയുണ്ടാക്കിയതും കേന്ദ്ര സർക്കാരിനും പാർട്ടിയെയും അനാവശ്യമായി പ്രതിസന്ധിയിലാക്കിയതും അതൃപ്തിക്കിടയാക്കിയിരുന്നു. ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ കേന്ദ്രമന്ത്രിയാണെന്നിരിക്കെ സ്വന്തം മണ്ഡലമായ തൃശൂരിൽ ഉണ്ടായിരുന്നിട്ടും പങ്കെടുക്കുന്നതിന് ഔദ്യോഗികമായി അറിയിപ്പുണ്ടായിരുന്നിട്ടും പങ്കെടുക്കാതെ താമസിച്ചിരുന്ന ഹോട്ടലിൽ പതാകയുമായി മാധ്യമങ്ങൾക്കായി സിനിമാ സ്റ്റൈൽ ഷോ നടത്തി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചതും നേതാക്കളിലും പ്രവർത്തകരിലും വിമർശനത്തിനിടയാക്കിയിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. ചാവക്കാട് നഗരമധ്യത്തിൽ ചരക്ക് ലോറിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മണത്തല പോക്കാക്കില്ലത്ത് ഇല്യാസ് ആണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. ഉച്ചയ്ക്ക് 1:30 ചാവക്കാട് ജംഗ്ഷനിൽ സംസം ബേക്കറിക്ക് മുന്നിലായിരുന്നു അപകടം. മണത്തല ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇരു വാഹനങ്ങളും. ടിപ്പർ ലോറി സ്കൂട്ടറിൽ കൊളുത്തി വലിക്കുകയായിരുന്നു. തുടർന്ന് സ്കൂട്ടറും യാത്രികരും ലോറിക്കടിയിലേക്ക് വീണു. അപകടം കണ്ട നാട്ടുകാർ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് ലോറി നിർത്തിയെങ്കിലും പിൻഭാഗത്തെ ചക്രം ശരീരത്തിലൂടെ കയറിയിറങ്ങുകയായിരുന്നു. ഉടൻ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും
മരണം സംഭവിച്ചിരുന്നു. ഗൾഫിലായിരുന്ന ഇല്യാസ് 2 ദിവസം മുൻപാണ് നാട്ടിലെത്തിയത്. മെഹർബാൻ ഭാര്യയും ഇശൽ, നൈജ എന്നിവർ മക്കളുമാണ്. ടാറിമിക്സിന്റെ ലഭ്യത കുറവ് 4ാം ദിനത്തിലും ചൂണ്ടൽ കേച്ചേരി മേഖലയിലെ പ്രവൃത്തി പൂർത്തീകരിക്കാനായില്ല. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കേച്ചേരി ചൂണ്ടൽ മേഖലയിൽ ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചുവെങ്കിലും ടാറിമിക്സിന്റെ ലഭ്യത കുറവ് മൂലം പ്രവൃത്തി പാതി വഴിയിൽ നിർത്തി. ചൂണ്ടൽ പുതിയ പാലത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച കേവലം 300 മീറ്റർ ദൂരം മാത്രമാണ് ടാറിംഗ് നടത്താനായത്. പെട്രോൾ പമ്പിന് മുൻഭാഗത്ത് ടാറിംഗ് നടത്തി കഴിയുന്നതിന് മുൻപായി പാലക്കാട് നിന്നെത്തിച്ച ടാറിംഗ് മിക്സ് തീർന്നതോടെ ശനിയാഴ്ച പുലർച്ചെ 3:30 ആരംഭിച്ച പ്രവൃത്തി അവസാനിപ്പിക്കുകയായിരുന്നു. മഴ പെയ്തതിനെ തുടർന്ന് പാലക്കാട്ടെ മിക്സിംഗ് യൂണിറ്റ് പ്രവർത്തന സജ്ജമല്ലാതിരുന്നതാണ് മെറ്റീരിയൽ ലഭിക്കുന്നതിന് തടസ്സമായത്. കൈപ്രമ്പ് പഞ്ചായത്തിൽ മുണ്ടൂർ വ്യവസായ പാർക്കിലേതുൾപ്പെടെ 3 ടാർ മിക്സിംഗ് യൂണിറ്റുകൾ ഉണ്ടെങ്കിലും ഇവയൊന്നും പ്രവർത്തന സജ്ജമല്ലാത്തതാണ് പാലക്കാട്ടെ യൂണിറ്റിനെ ആശ്രയിക്കേണ്ട സാഹചര്യമുണ്ടാക്കിയത്. ഞായറാഴ്ച പുലർച്ചെ ടാറിംഗ് മിക്സ് എത്തിച്ച് ചൂണ്ടൽ മുതൽ കേച്ചേരി വരെ മേഖലയിലെ ടാറിംഗ് പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കരാറുകാരൻ പറഞ്ഞു. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഞായറാഴ്ച തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കും. വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് തകർന്നു കിടന്ന റോഡിലെ കുഴികൾ സമരപരമ്പരകൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസം അടയ്ക്കുകയും കുഴികൾക്ക് മുകളിൽ SS2, RS1 എന്നീ എമൻഷനുകൾ സ്പ്രേ ചെയ്തിരുന്നു. ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിക്കുന്നതുവരെ നിലവിലെ ഗതാഗത നിയന്ത്രണം തുടരും. CCTV ന്യൂസ്, കേച്ചേരി. വടക്കേക്കാട് കൗക്കാനപ്പെട്ടി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മോഷണം, പണം നഷ്ടപ്പെട്ടു. മേഖലകളിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം വ്യാപകമാണ്. രാത്രി സമയങ്ങളിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ശനിയാഴ്ച പുലർച്ചെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്ന വിവരം അറിയുന്നത്. ശ്രീകോവിലിന്റെ മുൻവശത്തെ ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിച്ച് പണം കവർന്നു. ശ്രീകോവിലിൽ തുറന്ന് ഭഗവാന് ചാർത്തിയിരുന്ന വെള്ളിമാല, ശൂലം എന്നിവയും കവർന്നിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ഓഫീസ് റൂമിന്റെ പൂട്ടും ശാന്തിയുടെ മുറിയുടെ പൂട്ടും പൊളിച്ച നിലയിലാണ്. 8000 രൂപയോളം നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയ ശാന്തിക്കാരനാണ് സംഭവം കണ്ടത്. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു. വടക്കേക്കാട് പോലീസ് വിവരമനുസരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളത്ത് വീണ്ടും കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത. ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന ശാരീരിക പരിമിതികൾ നേരിടുന്ന പ്രായമായ സ്ത്രീയുടെ ലോട്ടറി ടിക്കറ്റുകൾ കവർന്നു. ബൈക്കിലെത്തിയ സംഘമാണ് കവർച്ച നടത്തിയത്. കുന്നംകുളം നഗരസഭാ ഓഫീസിന് സമീപം വൺവേ റോഡിൽ ആർക്കും ദയനീയത തോന്നുന്ന വിധം ലോട്ടറി കച്ചവടത്തിലേർപ്പെട്ട് ഉപജീവനം നയിക്കുന്ന ശാരീരിക അവശത നേരിടുന്ന കാണിപ്പയ്യൂർ കിഴക്കൂട്ടയിൽ ശാന്തകുമാരിയുടെ വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന ടിക്കറ്റുകളാണ് ശനിയാഴ്ച രാവിലെ ലോട്ടറി വാങ്ങാനെന്ന വ്യാജേന അജ്ഞാതർ കവർന്നത്. നമ്പറുകൾ നോക്കാനെന്ന് പറഞ്ഞ് ടിക്കറ്റുകൾ വാങ്ങുകയും പിന്നീട് തിരിച്ചു നൽകുമ്പോൾ കഴിഞ്ഞ ദിവസം നറുക്കെടുപ്പ് കഴിഞ്ഞ ടിക്കറ്റുകളാണ് തിരിച്ചു നൽകിയത്. പിന്നീട് ടിക്കറ്റ് വാങ്ങാൻ വന്നവർ പറഞ്ഞപ്പോഴാണ് ശാന്തകുമാരിക്ക് തട്ടിപ്പ് മനസ്സിലായത്. ശാന്തകുമാരി തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു. നറുക്കെടുക്കാനിരുന്ന 40 രൂപ വിലയുള്ള 51 കാരുണ്യ ടിക്കറ്റുകളായിരുന്നു നഷ്ടപ്പെട്ടത്. റോഡരികിൽ ഒരു കസേരയിൽ കുനിഞ്ഞിരുന്ന് കുട ചൂടി ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ഇവരുടെ ദയനീയത എല്ലാവർക്കും അറിയാവുന്നതാണ്. പലരും സഹായിച്ചിട്ടാണ് ഇവരുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. ഇതിനിടെയാണ് അജ്ഞാതന്റെ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത. ശാന്തകുമാരിയുടെ പരാതിയിൽ നഗരത്തിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ന്യൂസ്, കുന്നംകുളം. ശാന്തകുമാരിക്ക് ഉപജീവന മാർഗത്തിന് ടിക്കറ്റുകൾ സമ്മാനിച്ച് ഷെയർ ആൻഡ് കെയറിന്റെ സാന്ത്വനം. കുന്നംകുളം നഗരസഭ ഓഫീസിനോട് ചേർന്നുള്ള റോഡിൽ ഉപജീവന മാർഗത്തിനായി ലോട്ടറി ടിക്കറ്റ് കച്ചവടം നടത്തുന്നതിനിടെയാണ് അജ്ഞാതർ ലോട്ടറി ടിക്കറ്റ് കവർന്നത്. തുടർന്ന് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി വിൽപ്പനയ്ക്കായി 60 കാരുണ്യ ടിക്കറ്റുകൾ ശാന്തകുമാരിക്ക് സമ്മാനിക്കുകയായിരുന്നു. കുന്നംകുളം SHO UK ഷാജഹാൻ ടിക്കറ്റുകൾ കൈമാറി. നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ, സെക്രട്ടറി ഷെമീർ ഇഞ്ചിക്കാലയിൽ, ജിനീഷ് തെക്കേകര, ഡെജോ ചീരൻ, P. സതീഷ് കുമാർ, KS സന്തോഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലയിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യമായി നിർമ്മിച്ച അക്കിക്കാവ് കടങ്ങോട് റോഡിൽ വിള്ളൽ. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വിജിലൻസ് പരിശോധന നടത്തി. ഹൈടെക് രീതിയിൽ നിർമ്മിച്ച അക്കിക്കാവ് എരുമപ്പെട്ടി റോഡിൽ അക്കിക്കാവ് മുതൽ തിപ്പലശ്ശേരി വരെയുള്ള ഭാഗങ്ങളിലെ കേടുപാടുകൾ കണ്ടെത്താൻ PWD വിജിലൻസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം മുക്കിലപീടിക ഭാഗത്തും തിപ്പലശ്ശേരി സെന്ററിൽ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. റോഡിന് താഴെയുള്ള സ്വാശ്രയ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് തകർന്നതാണ് മുക്കിലപീടികയിലെ റോഡ് തകർച്ചയ്ക്ക് കാരണം. 3 അടിയോളം വിസ്തൃതിയിൽ റോഡ് താഴ്ന്ന നിലയിലാണ്. വിള്ളലുമുണ്ട്. 14 കോടി രൂപ ചെലവിട്ട് 2 വർഷം മുൻപാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാൻ മാത്രം 3 കോടി രൂപ അധികം അനുവദിച്ചു. ജല അതോറിറ്റിയുടെ പണികൾ 2 വർഷത്തോളം നീണ്ടതോടെ 2020 പൂർത്തീകരിക്കേണ്ട പദ്ധതി 2022 പൂർത്തിയായത്. 5 വർഷത്തേക്കാണ് പരിപാലന കരാർ. നിലവിലുണ്ടായ തകരാറുകൾ പരിഹരിക്കണമെങ്കിൽ റോഡ് വലിയ തോതിൽ പൊളിക്കേണ്ടി വരും.
കാനയില്ലാത്ത ഭാഗത്ത് കാന പണിത് റോഡിലുണ്ടാകുന്ന വെള്ളക്കെട്ടും പരിഹരിക്കണം. ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞു. വീടിന്റെ അവിടെ കണ്ടില്ലേ വണ്ടി ഇടിച്ചാ? അല്ലല്ല, അതിന്റെ മുമ്പ് ആദ്യം കണ്ടത് ആ ടേണിങ്ങിലുള്ളത് അവിടെ ഒരു ക്രാഷ് കാർഡിന് വെക്കണത്, അല്ലെങ്കിൽ അത് രാത്രിയൊക്കെ. പിന്നെ ആ ടേണിങ്ങിൽ നമ്മൾ മെറ്റൽ ഇളകിയിട്ടില്ല, പക്ഷെ കാർഡ് കുറച്ച് ഇളകിയിട്ടുള്ളത്. ഒരു ഡ്രെയിൻ ആവശ്യമുള്ളത്. പിന്നെ അടുത്ത് നമ്മളൊരു ഇവിടുത്തെ ഒരു ഡ്രെയിൻ അല്ലേ, ഇതിന് നമ്മൾ ഇന്നലെ എല്ലാം മാറ്റിയും പണിയായതുകൊണ്ട് ഇതിൽ മാത്രമാണ് ഈ പറഞ്ഞ എന്താ പറയുക, ഇതില് 3 കോടി രൂപ വാട്ടർ അതോറിറ്റിക്ക് 3 വർഷവും ഇറങ്ങുന്ന എല്ലാ പ്രവൃത്തിയിലും ജനങ്ങൾ മാറ്റിയിട്ടിട്ടാണ് ചെയ്യുന്നത്. CCTV ന്യൂസ് പെരുമ്പലാവ്. പെരുമ്പ്ലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ കൂറ്റനാട് ചാലിശ്ശേരി ഭാഗം നവീകരിക്കുന്നതിന്റെ ഭാഗമായി കൂറ്റനാട് കേന്ദ്ര മസ്ജിദിന് സമീപത്തായി നടന്നു വന്നിരുന്ന കട്ടവിരിക്കൽ പൂർത്തിയായി. 29-ാം തീയതി മുതൽ വാഹന ഗതാഗതത്തിനായി റോഡ് തുറന്നു നൽകുമെന്ന് പാലക്കാട് ജില്ലാ മെയിൻ്റനൻസ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീബ അറിയിച്ചു. തകർന്ന പാതയിൽ 5.85 മീറ്റർ വീതിയിലും 80 മീറ്റർ നീളത്തിലും കട്ടവിരിക്കൽ പൂർത്തിയായി കഴിഞ്ഞു. കട്ടവിരിച്ച പാതയിലേക്ക് പ്രവേശിക്കുന്ന ഇരുഭാഗങ്ങളിലും കോൺക്രീറ്റ് തറയുടെ പണി പൂർത്തിയായി. ഇവയുടെ മധ്യഭാഗത്തായി ഏകദേശം 25 മീറ്റർ നീളത്തിൽ ഇരുവശത്തും ടാറിംഗ് പണികളുടെ നിർമ്മാണങ്ങൾ ബാക്കിയുണ്ട്. ഇവയുടെ പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിലായി നടക്കും. റോഡ് നിർമ്മാണം പൂർത്തിയായി ഗതാഗതത്തിന് തുറന്നു നൽകിയാലും ഇരുവശങ്ങളിലും മഴ പെയ്താൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. വെള്ളം ഒഴുകിപ്പോകുവാൻ തടസ്സം നേരിടുന്നത് സമീപത്തെ വീടുകൾക്കും കടകൾക്കും ഭീഷണിയാണ്. അടിയന്തരമായി സമീപത്തുള്ള ഓവുചാലുകൾ തുറന്ന് വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. പുന്നൂർ അകലാട് മൂന്നേനിയിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് ചികിത്സയിലായിരുന്ന കാൽനട യാത്രികൻ മരിച്ചു. മൂന്നേനി മണ്ണൂരയിൽ ബഷീറാണ് മരിച്ചത്. 48 വയസ്സുണ്ട്. ബുധനാഴ്ച രാത്രിയിലായിരുന്നു അപകടം. അപകടത്തിൽ പരിക്കേറ്റ 3 പേരെയും അകലാട് മൂന്നേനി VK ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജാശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ബഷീറിനെ തൃശൂർ അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഖബറടക്കം വൈകിട്ട് 5:30 അകലാട് മൊഹിയുദ്ദീൻ പള്ളി ഖബർസ്ഥാനിൽ നടന്നു. റസിയാണ് ഭാര്യ. അറഫാന, റജീന, ബിലാൽ എന്നിവർ മക്കളാണ്. ജില്ലയിലെ റേഷൻ വ്യാപാരികൾ കളക്ടറേറ്റിന് മുന്നിൽ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. റേഷൻ വിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന റേഷൻ വ്യാപാരികളോട് KDPDS ആക്ടിന് വിരുദ്ധമായി ശിക്ഷണ നടപടി സ്വീകരിക്കുന്ന ജില്ലാ സപ്ലൈ ഓഫീസർ PR ജയചന്ദ്രനെ സസ്പെൻഡ് ചെയ്യുക, രജിസ്ട്രേഷൻ ഡ്യൂട്ടി വെട്ടിച്ച ജയചന്ദ്രനെ കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത്. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. C മോഹൻ പിള്ള അധ്യക്ഷനായി. T മുഹമ്മദ് അലി, PD പോൾ എന്നിവർ സംസാരിച്ചു. പെരുമ്പ്ലാവ് സ്വദേശിയെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. കരിക്കാട് പൂങ്കാവനം സ്വദേശി തട്ടാരക്കുന്നത്ത് വീട്ടിൽ 30 വയസ്സുള്ള ഷിഹാബുദ്ദിനെയാണ് കാപ്പ നിയമപ്രകാരം ജില്ലയ്ക്ക് പുറത്തേക്ക് നാടുകടത്തിയത്. 2ാം തവണയാണ് ഷിഹാബുദ്ദിനെ കാപ്പ നിയമപ്രകാരം ജില്ലയ്ക്ക് പുറത്തേക്ക് നാടുകടത്തുന്നത്. തൃശൂർ റേഞ്ച് DIGയുടെ നിർദ്ദേശപ്രകാരമാണ് കുന്നോൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാൻ ഷിഹാബുദ്ദിനെ അറസ്റ്റ് ചെയ്ത് നാടുകടത്തിയത്. അടിപിടി, ലഹരി വിൽപ്പന ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് MV ഷക്കീർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് മുഖ്യപ്രഭാഷണവും സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ വിഷയാവതരണവും നിർവഹിച്ചു. CA മുഹമ്മദ് റഷീദ്, PM അമീർ, RV അബ്ദുൾ റഹീം, അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി, PK അബൂബക്കർ, C അഷ്റഫ്, നൌഷാദ് തെരുവത്ത്, ലത്തീഫ് പാലയൂർ, PV ഉമ്മർ കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ സയൻസ്, ശാസ്ത്ര, സാമൂഹ്യ, ഗണിത, IT മേള സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി ഫൊറോന സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആൻസലിൻ പൂവന്താനം നേതൃത്വം നൽകി. CBPS ശാസ്ത്രമേളയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മൊബൈൽ പ്ലാനറ്റോറിയം ഷോയെക്കുറിച്ച് വിവരണം നൽകി. ശാസ്ത്ര കൗതുകം വളർത്തുവാനും ആകാശ കാഴ്ചകൾ കാണുവാനും അവസരമൊരുക്കി. അധ്യാപകരായ സിസ്റ്റർ സൂസി കുര്യൻ, സ്നേഹ എന്നിവർ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിയെ തുടർന്ന് ഇടതുപക്ഷ ആശയം ശക്തമായി പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി CPM സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമുള്ള ബഹുജന സംഗമത്തിന് തുടക്കമായി. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന സംഗമം സംഘടിപ്പിച്ചു. താമരപ്പള്ളിയിൽ നടന്ന സംഗമം CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് ഉദ്ഘാടനം ചെയ്തു.
ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PG സുബിദാസ് അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം ആഷിഖ് വലിയകത്ത്, CF രാജൻ, തുളസി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിലെ ഒരുക്കങ്ങൾ തുടങ്ങി. പെരുന്നാൾ കൊടിയേറ്റം ഞായറാഴ്ച നടക്കും. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് ദൈവമാതാവിന്റെ ജനനപ്പെരുന്നാൾ 8 നോമ്പാചരണം നടക്കുന്നത്. സെപ്റ്റംബർ 1 തീയതി മുതൽ 8 ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാന, പകൽ ധ്യാനയോഗം, വൈകിട്ട് സന്ധ്യാ നമസ്കാരം, ഗാന ശുശ്രൂഷ എന്നിവ നടക്കും. പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യൂയാക്കിംഗ് മോർ കുർലോസ് ബാവയുടെയും ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് പൗലോസ് ദിദിയൻ ബാവയുടെയും ഓർമ്മപ്പെരുന്നാൾ ആചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനവും നടക്കും. സന്ധ്യാ നമസ്കാരത്തിനു ശേഷം 42ാമത് 8 നോമ്പ് സുവിശേഷ യോഗത്തിന് തുടക്കമാകും. സെപ്റ്റംബർ 5 രാത്രി 9 മുട്ടുകുത്തൽ വഴിപാട്, 7 തീയതി രാത്രി പ്രസിദ്ധമായ 8 നോമ്പ് റാസ, ദൈവമാതാവിന്റെ വിശുദ്ധ സുനോറോ വണക്കം, അത്താഴ സദ്യ എന്നിവ നടക്കും. 8 രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രദക്ഷിണം, നേർച്ച സദ്യ എന്നിവ നടക്കും. ആഗസ്റ്റ് 25 ഞായറാഴ്ച രാവിലെ തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ക്ലിമീസ് മെത്രാപ്പൊലിത്ത വിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് 8 നോമ്പ് പെരുന്നാൾ കൊടിയേറ്റം നടത്തും. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ 51 അംഗ കമ്മിറ്റി നേതൃത്വം നൽകും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദേശഗുരുതി ഞായറാഴ്ച നടക്കും. ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല പ്രശ്നവിധി പ്രകാരം ജ്യോതിഷികളുടെ നിർദ്ദേശാനുസരണമാണ് ദേശഗുരുതി നടത്തുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പാലക്കാട്രി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. ഞായറാഴ്ച രാവിലെ ത്രികാല പൂജ, ഉച്ചപൂജ, തുടർന്ന് നവകം, പഞ്ചഗവ്യാഭിഷേകം എന്നിവയും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഗുരുതി തർപ്പണവും ഉണ്ടാകും. ഗുരുതി കഴിഞ്ഞ് 7 ദിവസം നട അടയ്ക്കുന്നതിനാൽ 7ാം പൂജയ്ക്ക് ശേഷമേ ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂവെന്ന് ദേവസ്വം ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. ഗുരുവായൂർ നഗരസഭയിൽ തൊഴിൽ നൈപുണ്യ ശില്പശാല സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ, കൗൺസിലർ രഹിത പ്രസാദ് എന്നിവർ സംസാരിച്ചു. കാട്ടകമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളിയുടെ ഇടവക ദിനവും പള്ളി സ്ഥാപന പെരുന്നാളും ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 8:30 പാമ്പാടി ദയറ മുൻ മാനേജർ മാത്തുക്കുട്ടി റമ്പാൻ കുർബാന അർപ്പിക്കും. പ്രദക്ഷിണവും ഉണ്ടാകും. സ്രായിൽ പുതുക്കി പണിത പാമ്പാടി കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് സ്മാരക കുരിശുപള്ളി ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് കുദാശജയും നേർച്ച സദ്യയും ഉണ്ടാകും. പള്ളിയിൽ 2:30 MGOCSM യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കലാകായിക മത്സരങ്ങളുണ്ടാകും. 5:30 സന്ധ്യാനമസ്കാരം, പൊതുസമ്മേളനം എന്നിവയും നടക്കും. വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂർ, സഹവികാരി ഫാദർ ജോസഫ് ജോസ്, ട്രസ്റ്റി PC റെജിമോൻ, സെക്രട്ടറി റോഷിൻ P. ജെയിംസ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. പുന്നയൂർക്കുളം സാഹിത്യ സമിതിക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ അഫിലിയേഷൻ ലഭിച്ചു. അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ സാക്ഷ്യപത്രം കൈമാറി. പുന്നയൂർക്കുളം സാഹിത്യ സമിതി പ്രസിഡന്റ് KB സുകുമാരൻ ഏറ്റുവാങ്ങി. തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടന്ന സാക്ഷ്യപത്രം കൈമാറ്റ ചടങ്ങിൽ KP രാമനുണ്ണി, അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ, ഓഫീസ് മാനേജർ സുനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. മണലിയിൽ ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ നിർമ്മാണ സ്ഥലത്ത് മാലിന്യ കൂമ്പാരം. കഴിഞ്ഞ ദിവസം നടന്ന കെട്ടിട നിർമ്മാണോദ്ഘാടനത്തിന് ചായ നൽകിയ കപ്പുകളും തോരണങ്ങളും ഉൾപ്പെടെയുള്ളവയാണ് ഇവിടെ അലക്ഷ്യമായി തള്ളിയിരിക്കുന്നത്. ചേലോടെ ചൂണ്ടൽ എന്ന പേരിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ചൂണ്ടൽ പഞ്ചായത്തിലാണ് അധികൃതരുടെ അനാസ്ഥ മൂലം മാലിന്യം തള്ളിയിരിക്കുന്നത്. പൊതുജനങ്ങളോ സ്ഥാപനങ്ങളോ മാലിന്യം തള്ളിയാൽ 10,000 രൂപ വരെ പിഴ ഈടാക്കുന്നത് ആരോഗ്യ വിഭാഗമാണ്. ഇതേ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സബ് സെന്ററിന്റെ നിർമ്മാണ സ്ഥലത്താണ് മാലിന്യം അലക്ഷ്യമായി തള്ളിയിരിക്കുന്നത്. ചടങ്ങ് സംഘടിപ്പിച്ചവരുടെ അനാസ്ഥയാണ് ഇത്തരമൊരു സാഹചര്യത്തിനിടയാക്കിയത്. വേലി തന്നെ വിളവ് തിന്നുന്നതിന് സമാനമായ സ്ഥിതിവിശേഷമാണ് മാലിന്യം അലക്ഷ്യമായി ഉപേക്ഷിച്ചതിലൂടെ ഉണ്ടായിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് മാതൃകയാകേണ്ടവർ തന്നെ നിയമലംഘനം നടത്തുന്നത് നീതീകരിക്കാവുന്നതല്ല. CCTV ന്യൂസ്, കേച്ചേരി. വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ ആരവം കലോത്സവം 2024 സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ AK സുബൈർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് നിഷിൽ ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ നൂർ മുഹമ്മദ്, പ്രധാനാധ്യാപിക V. രാധിക, അധ്യാപകരായ അഫ്സൽ, ജാഫർ ഖാൻ, ജയശ്രീ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആരവം, ധ്വനി എന്നീ 2 വേദികളിലായി കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി. സ്കൂൾ എക്കോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾ ഇടനേരം എന്ന പേരിൽ സ്നാക്സ് പാർലറും ഒരുക്കിയിരുന്നു.
പഴഞ്ഞി ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ആംബുലൻസ് കുന്നംകുളം നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറി. കുറഞ്ഞ സമയം മാത്രമാണ് ആംബുലൻസ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി സർവീസ് നടത്തിയിരുന്നത്. ബാക്കിയുള്ള ഭൂരിപക്ഷം സമയത്തും വെറുതെ വാഹനം കിടക്കുന്ന സാഹചര്യത്തിലാണ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറിയത്. ആർത്തഡ് അരമനയിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്തിൽ നിന്ന് വാഹനത്തിന്റെ താക്കോൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഷാജു സൈമൺ ഏറ്റുവാങ്ങി. നിർധനരായവരോടൊപ്പം നിന്ന് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണെന്ന് യൂലിയോസ് മെത്രാപ്പോലീത്ത പറഞ്ഞു. ചടങ്ങിൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഡയറക്ടർ ഫാദർ ആന്റണി, നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകരായ ബിനീഷ് കിഴൂർ, ജിബിറ്റ്, വിഷ്ണു, രാകേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. നന്മയുടെ ആംബുലൻസുകൾ നമുക്കറിയാം, നന്മയുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഈ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിനൊരു ആംബുലൻസ് ഉണ്ട്. ആംബുലൻസ് 24 മണിക്കൂർ ഓടേണ്ട കാര്യമില്ല. രോഗികളെ കൊണ്ടുവരികയും അത് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആണ് അത് നന്മയ്ക്ക് വേണ്ടി ഓടാനും ഒപ്പം ആവശ്യമുള്ളപ്പോഴൊക്കെ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് വേണ്ടി ഓരോ ഡ്രൈവറും ഓരോ സംവിധാനങ്ങളും തിരിച്ചും കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു ക്രമീകരണമാണ് ചെയ്യുന്നത്. വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങാകുവാൻ ഒരു ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാനായി കുന്നംകുളം നഗരത്തിലെ ഓട്ടോ തൊഴിലാളികൾ സർവീസ് നടത്തി. ഓട്ടോ ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻസ് ATU ജില്ലാ ക്യാമ്പയിന്റെ ഭാഗമായി മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PG ജയപ്രകാശ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കുന്നംകുളം മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി സുനി ഷൈനിപ്പുള്ളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം CK രവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TA വേലായുധൻ, PT ചേറു എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ നാഷണൽ ആയുഷ് മിഷന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്ലിനിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ക്യാമ്പസിൽ ആരംഭിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഷിത ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെക്കുമുറി കുഞ്ഞഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രോഗ്രാം മാനേജർ ശരണ്യ ഉണ്ണികൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് TK നബീൽ, കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാലിഹ ഷൗക്കത്ത്, പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ഒരുമനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ ബിജു പള്ളിക്കര തുടങ്ങിയവർ സംസാരിച്ചു. റോഡരികിൽ നിൽക്കുന്ന ഭീമൻ ആൽമരം വീടിന് ഭീഷണിയാകുന്നു. കിടങ്ങൂർ ശാസ്താ ക്ഷേത്രത്തിന് സമീപത്തുള്ള ഭീമൻ ആൽമരമാണ് സമീപത്ത് താമസിക്കുന്ന പരുത്തിവളപ്പിൽ ശശികുമാറിന്റെ വീടിന് ഭീഷണിയാകുന്നത്. റോഡരികിൽ സ്വകാര്യ വ്യക്തിയാണ് ഈ ആൽമരം നട്ടുപിടിപ്പിച്ചതെന്ന് പറയുന്നു. കുറച്ചു കാലം മുൻപ് മുതൽ ആൽമരത്തിന്റെ തറയിൽ ദിവസവും ദീപം തെളിയിച്ചു വരുന്നുമുണ്ട്. ശക്തമായ കാറ്റും മഴയും വരുമ്പോൾ ഭീതിയോടുകൂടിയാണ് വീട്ടുകാർ ഇവിടെ കഴിയുന്നതെന്ന് പരാതിയിൽ പറയുന്നു. ദേശാടന കിളികളും മറ്റും വന്ന് പരിസരത്ത് വലിയ തോതിൽ ദുർഗന്ധവുമുണ്ട്. വിഷയത്തിൽ ബന്ധപ്പെട്ടവർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അതിഭീകരമായ ഭീതിയാണ് നിങ്ങൾ. വീടിനും വീട്ടുകാർക്കും ഭീഷണിയായിട്ടുള്ള ഒരു ആൽമരമാണ് ഇത്. പഞ്ചായത്തിൽ പലതവണ അപേക്ഷ കൊടുത്തിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിക്കാത്ത, എന്തുകൊണ്ടോ കണ്ണു തുറക്കാത്ത അധികാരികളാണ്. അന്ന് പ്രത്യേകം പറയുകയാണ്. വളരെയധികം നവകേരള സദസ്സിലും ഇതിന്റെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഗ്രാമസഭയിലും ഇതിന്റെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ചിറ്റഞ്ഞൂരിന്റെ പ്രിയപ്പെട്ട ചിത്രകാരൻ നാഗഭൂഷന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന ചിത്രരചനാ മത്സരം ഞായറാഴ്ച നടക്കും. ചിറ്റഞ്ഞൂർ ഇമ്മാനുവൽ LP സ്കൂളിൽ നടക്കുന്ന മത്സരം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. LP, UP, ഹൈസ്കൂൾ, +2 വിദ്യാർത്ഥികൾക്ക് പെൻസിൽ ഡ്രോയിങ്ങിലും വാട്ടർ കളറിലുമാണ് മത്സരം. രജിസ്റ്റർ ചെയ്യുവാൻ വിളിക്കുക 94 97 790 304, മറ്റൊരു നമ്പർ 77 36 954 211. നമ്പറുകൾ ആവർത്തിക്കുന്നു 94 97 790 304, മറ്റൊരു നമ്പർ 77 36 954 211. അണ്ടർ 14 ബോയ്സ് ഫുട്ബോൾ ടൂർണമെന്റിൽ വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് കുന്നംകുളം ഗ്രൗണ്ടിൽ നടന്ന 17ഓളം ടീമുകൾ പങ്കെടുത്ത ഉപജില്ലാ ബോയ്സ് ഫുട്ബോൾ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് കുന്നംകുളം ബോയ്സ് സ്കൂളിനെ അട്ടിമറിച്ചാണ് വേലൂരിന്റെ കിരീട നേട്ടം. സെമിയിൽ ഇരുമ്പപ്പെട്ടി ഹൈസ്കൂളിനെയും വേലൂർ പരാജയപ്പെടുത്തിയിരുന്നു. ആഴ്ചതോറും നടത്തിവരാറുള്ള അങ്ങാടിത്താഴം ഹദാദ് പള്ളിയിലെ ഹദാദിന്റെ ആണ്ട് നേർച്ചയുടെ ഭാഗമായി ചാവക്കാട് മഹല്ല കമ്മിറ്റി നേതൃത്വത്തിൽ ദുവാ മജ്ലിസ് നടത്തി. മഹല്ല ഖത്തീബ് ഹാജി KM ഉമർ ഫൈസി പ്രത്യേകം ദുവാ ചെയ്ത് ഉദ്ഘാടനം ചെയ്തു.
ബാദുഷ തങ്ങൾ മണത്തല, അബൂബക്കർ മുസ്ലിയാർ പൈലിപ്പുറം, അബ്ദുള്ള ബാക്കവി, അബു താഹിർ, സത്താർ ദാരിമി, അസ്കർ മുസ്ലിയാർ, അഷ്റഫ് സക്കാഫി തുടങ്ങിയ ഉസ്താദുമാർ നേതൃത്വം നൽകി. കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ് അഹമ്മു, NK ഷംസുദ്ദീൻ നാസർ കൊളാടി, അനീഷ് പാലിയൂർ, നൌഷാദ് നെടുവറമ്പിൽ, ഷിഹാബ് കാരക്കാട്, ഇല്യാസ് ബുർഹാൻ, നാസർ കൊനായിൽ, ഷംസുദ്ദീൻ ഷമീർ, ഷജീർ ഹസൻ ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ 11 മണി വരെ ഭക്ഷണ വിതരണം ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാട്ടകാമ്പാൽ മാർ ഇഗ്നാത്യോസ് ഓർത്തഡോക്സ് പള്ളിക്ക് കീഴിലുള്ള പുതുക്കി പണിത സ്രായിൽ പാമ്പാടി കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് സ്മാരക കുരിശുപള്ളിയുടെ കൂദാശ ഞായറാഴ്ച നടക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 നടക്കുന്ന കൂദാശയ്ക്ക് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇടവകാധികാരി ജോസഫ് ചെറുവത്തൂർ, സഹവികാരി കെ ജോസഫ് ജോസ് എന്നിവർ സഹകാർമ്മികരാകും. പള്ളി ട്രസ്റ്റി PC റെജിമോൻ, സെക്രട്ടറി റോഷൻ P ജെയിംസ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. LDF സർക്കാരിന്റെ വൈദ്യുത ചാർജ് വർധനയ്ക്കെതിരെ മരത്തങ്കോട് KSEB ഓഫീസിലേക്ക് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഷറഫ് പന്തലം അധ്യക്ഷത വഹിച്ച പ്രതിഷേധ ധർണ കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി ചെറുമനങ്ങാട് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. രജു താരു, ദീപ രാമേന്ദ്രൻ, PV കൃഷ്ണൻകുട്ടി, അക്ബർ അലി, INTUC യൂണിയൻ ജനറൽ സെക്രട്ടറി MP സിജോ, സുഭാഷ് KM തുടങ്ങിയവർ സംസാരിച്ചു. ഇത് വൻവിജയമാക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹപ്രവർത്തകർക്കും പോഷക സംഘടനയുടെ പ്രവർത്തകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ 1000 അഭിവാദ്യം. ക്ഷീരവികസന വകുപ്പിന്റെയും എരുവപ്പെട്ടി ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരസംഘം പ്രസിഡന്റ് PC അബാൽ മണി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ക്ഷീരസംഘം ഡയറക്ടറുമായ സുമന സുഗതൻ, ബിന്ദു സുരേഷ്, KK യോഗേഷ്, MV വിനീത്, ഹിമ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് വയനാട് പുനരധിവാസത്തിന് പണം സമാഹരിക്കാനായി ഒരുക്കിയ തട്ടിക്കൂട്ട് കട ഗ്രാമത്തിനും സമൂഹത്തിനും വേറിട്ട മാതൃകയായി. സ്കൂളിൽ 2 ദിവസമായി നടന്നുവന്ന മാനവീയം 2024 കലോത്സവത്തിന്റെ ആകർഷണ കേന്ദ്രമായി ഹരിതാപമായ NSS ഒരുക്കിയ തട്ടിക്കൂട്ട് കട ഉപ്പിലിട്ട പൈനാപ്പിൾ, ക്യാരറ്റ്, നെല്ലിക്ക തുടങ്ങിയ നാവിൽ വെള്ളം ഊറുന്ന വിഭവങ്ങൾ, മധുര പലഹാരങ്ങൾ, കടലമിഠായി തുടങ്ങിയവ വിൽപ്പന നടത്തി വിറ്റുകിട്ടുന്ന പണം വയനാടിന്റെ പുനരധിവാസത്തിനായി ഉപയോഗിക്കുമെന്ന് പ്രോഗ്രാം ഓഫീസർ സുധീഷ് പുത്തൻപുരയിൽ അറിയിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ഷജീന ഷുക്കൂർ, മറ്റ് സഹാധ്യാപകർ തുടങ്ങിയവർ ചേർന്നാണ് വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രോത്സാഹനം നൽകിയത്. കടയിൽ നിന്ന് മികച്ച വരുമാനം ലഭിച്ചതായി വോളണ്ടിയർ ലീഡർമാരായ ഹിസാം, ജംഷീദ്, നന്ദന എന്നിവർ അറിയിച്ചു. തലക്കൂട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിരുദാനന്തര ചടങ്ങ് സംഘടിപ്പിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ഷാലിജ് PR ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം എന്നാൽ അറിവ് നേടൽ മാത്രമല്ല, എഞ്ചിനീയർമാർ, ശാസ്ത്രജ്ഞർ, സാങ്കേതിക വിദഗ്ധർ എന്നീ നിലകളിൽ മാറ്റങ്ങൾ വരുത്തുവാനും സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ലോകത്തെ നല്ല സ്വാധീനം ചെലുത്താനും യുവ എഞ്ചിനീയർമാർക്ക് ശക്തിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചീഫ് പാട്രൺ PK അശോകൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ C സുനിത ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. വിവിധ പഠന വകുപ്പുകളിൽ നിന്നും യോഗ്യത നേടിയ 600-ലധികം വിദ്യാർത്ഥികൾക്ക് ബിരുദം സമ്മാനിച്ചു. വിവിധ പഠന വകുപ്പ് മേധാവികളായ ഡോക്ടർ അഭിലാഷ് PS, ഡോക്ടർ റെജി C ജോയ്, ഡോക്ടർ സ്വപ്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃച്ചൂർ നോർത്ത് ലയൺസ് ക്ലബിന്റെയും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കേച്ചേരി യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. കേച്ചേരി ജ്ഞാനപ്രകാശ് UP സ്കൂളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. ഉദ്ഘാടനം ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിക്കും. മഹല ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിലെ വിദഗ്ധരായ ഡോക്ടർമാർ നേതൃത്വം നൽകും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ PK ജെയിംസ്, PK അബൂബക്കർ, സജി ചിറമൽ, KM അബ്ബാസ്, പ്രോഗ്രാം കോർഡിനേറ്ററും തൃച്ചൂർ നോർത്ത് ലയൺസ് ക്ലബ് ഭാരവാഹിയുമായ CS ശശി എന്നിവരുമായോ 98 95 211 197 മറ്റൊരു നമ്പർ 98 47 88 12 65 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. വേലൂർ പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിൽ സ്നേഹപൂർവ്വം സുപ്രഭാതം പദ്ധതി ആരംഭിച്ചു. ഷമീർ പാത്രമംഗലമാണ് പത്രം സ്പോൺസർ ചെയ്തത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ സുപ്രഭാത മേഖലാ കോർഡിനേറ്റർ MH നൌഷാദ്, പ്രധാന അധ്യാപിക കുമാരി ദേവി, സ്കൂൾ ലീഡർ KS അഭിനവ് എന്നിവർക്ക് പത്രം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ലേഖകൻ റഷീദ് രൂപട്ടി, കോർഡിനേറ്റർമാരായ മുസ്തഫ ദാരിമി, ഹക്കീം ബാക്കവി, കുഞ്ഞുമോൻ മുസ്ലിയാർ, അൻവർ സാദിഖ്, അധ്യാപകരായ PN ഗോപാലകൃഷ്ണൻ, AF ബീന, ബെറ്റി ജോയ്,
MA ജാബിർ, റെന്നി സി വർഗീസ്, മേരി ജീമ, സീന ഫ്രാൻസിസ്, CLCG എന്നിവർ പങ്കെടുത്തു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6695 രൂപ, സ്വർണം പവന് 53,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 93 രൂപ. ചരമം ബ്രഹ്മകുളം കുന്നത്തൂർ പത്മനിയമ്മ നിര്യാതയായി 95 വയസ്സായിരുന്നു. വെന്മേനാട് MSM HSSലെ റിട്ടയർഡ് അധ്യാപികയാണ് പരേത. അവിവാഹിതയാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. കോട്ടപ്പടി ചിറമൽ ജേക്കബ് മകൻ ജെയ്സൺ നിര്യാതനായി. 55 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. പാർണൂർ ചെറുവത്തൂർ ജേക്കബ് നിര്യാതനായി. 98 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസനപ്പള്ളി സെമിത്തേരിയിൽ നടക്കും. പരേതയായ തേത്തുക്കുട്ടിയാണ് ഭാര്യ. ജെയിംസ് അബ്രഹാം, പരേതനായ ജോൺസൺ, ഗീവർ എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി തണ്ണീർക്കോട് അയ്യനയിൽ ചിപ്പു ചെട്ടിയാർ നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ഷൊർണൂർ ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. കമലാക്ഷിയാണ് ഭാര്യ. ബാബു, ഷീജ, പുഷ്പ എന്നിവർ മക്കളാണ്. മറ്റമിടക്കളത്തൂർ ജേക്കബ് ഭാര്യ മേരി നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ആനി, ഷുബി, ജോയ്, ജോഫി എന്നിവർ മക്കളാണ്. ഇയാൾ ചേർപ്പിൽ വീട്ടിൽ CK മഹേഷ് നിര്യാതനായി. 39 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ചാവക്കാട് നഗരമധ്യത്തിൽ ടിപ്പർ ലോറിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മണത്തല സ്വദേശി പോക്കാക്കില്ലത്ത് ഇല്യാസ് ആണ് മരിച്ചത്. ലോറിയുടെ പിൻചക്രം ശരീരത്തിലൂടെ കയറിയിറങ്ങുകയായിരുന്നു. ടാറിംഗ് മിക്സിന്റെ ലഭ്യത കുറവ് 4ാം ദിനത്തിലും ചൂണ്ടൽ കേച്ചേരി മേഖലയിൽ റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനായില്ല. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കേച്ചേരി ചൂണ്ടൽ മേഖലയിൽ ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചെങ്കിലും ടാറിംഗ് മിക്സിന്റെ ലഭ്യത കുറവ് മൂലം പ്രവൃത്തി പാതി വഴിയിൽ നിർത്തി. വടക്കേക്കാട് കൗക്കാനപ്പെട്ടി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മോഷണം. പണം നഷ്ടപ്പെട്ടു. മേഖലകളിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം പതിവ്. പോലീസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ. ജില്ലയിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യമായി നിർമ്മിച്ച അക്കിക്കാവ് കടങ്ങോട് റോഡിൽ വിള്ളൽ. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വിജിലൻസ് പരിശോധന. BJPക്ക് ബാധ്യതയായി സുരേഷ് ഗോപി. രാഷ്ട്രീയ പക്വതയില്ലാത്ത പ്രസംഗങ്ങളും പരാമർശങ്ങളും സിനിമാ സ്റ്റൈൽ പെരുമാറ്റവുമാണ് BJPയെ വെട്ടിലാക്കുന്നത്. കേന്ദ്രമന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടേനെ എന്ന സുരേഷ് ഗോപിയുടെ പരാമർശമാണ് ഏറ്റവും ഒടുവിൽ BJP കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ടാക്കിയിരിക്കുന്നത്. കുന്നംകുളത്ത് വീണ്ടും കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത. ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന ശാരീരിക പരിമിതികൾ നേരിടുന്ന പ്രായമുള്ള സ്ത്രീയുടെ ലോട്ടറി ടിക്കറ്റുകൾ കവർന്നു. ബൈക്കിലെത്തിയ സംഘമാണ് കവർച്ച നടത്തിയത്. ശാന്തകുമാരിക്ക് ഉപജീവന മാർഗത്തിന് ടിക്കറ്റുകൾ സമ്മാനിച്ച് ഷെയർ ആൻഡ് കെയറിന്റെ മാതൃക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പിന്തുടരാൻ. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv online.in.